ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തു സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പോൾ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ക്രിസ്മസിന് ഒരു റീത്തില്ലെങ്കിൽ നമുക്കെന്തോ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ അങ്ങനത്തെ ഒരു അവസ്ഥ പോലെ ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഈ റീത്ത് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഗൾഫിലൊക്കെ പോയ സമയത്താണ് റീത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും എല്ലാ വീടുകളിലും റീത്തൊക്കെ ഹാങ് ചെയ്യുന്നതൊക്കെ കണ്ടേക്കുന്നത്. അങ്ങനെ അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഞാനും ഇതൊരു ശീലമാക്കി മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡിന് വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു കാര്യമാണ് ഈ റീത്തുണ്ടാക്കി ഇടുന്ന ഒക്കെ. എങ്കിലും എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അംഗീകരിച്ച് തന്ന് ഇടുന്നതിന് ഒന്നും പറയാറില്ല. വലിയ താല്പര്യമില്ല, ഇങ്ങനെ റീത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാറില്ലായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ റീത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ പിന്നെ എന്നോടൊന്നും പറയാറില്ല. നമ്മൾ ഇടുന്നതിനോട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ മിക്കവാറും ഒരു റീത്ത് ഉണ്ടാക്കി ഇടാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ കയ്യിൽ പഴയ ഒരു ഫ്രെയിം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഒരു സമയത്തെ ഫ്രെയിം ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ആ ഫ്രെയിമിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ന്യൂ ആയിട്ട് ഈ പ്രാവശ്യം വേറെ രീതിയിലോട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ള ഐഡിയകളും മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടേതായ ഐഡിയയും കൂടെ വെച്ച് പല രീതിയിൽ നമുക്കോരോ റീത്തും ഓരോ വർഷവും വെറൈറ്റി രീതിയിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ വീഡിയോ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ഇയറിലോ ഉണ്ടാക്കാൻ ഒരു ഐഡിയ കിട്ടിയാലോ, അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു വളയും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ നേരത്തെ വർഷങ്ങളിലുണ്ടായിരുന്ന ഒരു റീത്തിൻ്റെ ആട്ടോ. അപ്പോൾ അതെല്ലാം പോയിട്ട് കളഞ്ഞിട്ട് ഞാൻ ഫ്രഷായിട്ട് എടുത്തേക്കുന്ന അപ്പോൾ ഈ കമ്പിക്ക് ഈ വളയത്തിന് പകരം നമുക്ക് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് വേണം ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പല ഈ ഹാങ്കറില്ലേ, മറ്റേ ഇതിനകത്തിൻ്റെ അലുമിനിയത്തിൻ്റെയൊക്കെ ഹാങ്കറില്ലേ കമ്പി കൊണ്ടുള്ള, അതുകൊണ്ട് റൗണ്ടാക്കി എടുക്കുക. അങ്ങനെ പല രീതിയിൽ ഒരു റൗണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ബേസ്. പിന്നെ ഞാൻ പ്രാവശ്യം ഗ്രീൻ കളറൊക്കെ കിട്ടാൻ വേണ്ടി ലീഫൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഓർത്തു എൻ്റെ വൂള് കുറേ ഇരിപ്പുണ്ട്, ഇങ്ങനത്തെ കമ്പിളി നൂലില്ലേ. അപ്പോൾ അത് കുറേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഓർത്തെന്നാൽ പിന്നെ അത് വെച്ച് നമുക്ക് ഇന്ന് പ്രാവശ്യം ഇതിൻ്റെ ഫ്രെയിമിനെ മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാമെന്ന് ഓർത്തു. ആക്ച്വലി 2 ഐറ്റം കൊണ്ട് റീത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയ ഞാനാണ് കേട്ടോ. റീത്ത് ഉണ്ടാക്കി വന്നപ്പോഴാണ് പിന്നെ അതിൻ്റെ ആ ഭംഗിയും ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് പല ഐറ്റം ചേർത്ത് ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ കണ്ട ആ ഒരു രീതിയിലാക്കി എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ റീത്തിനെ മൊത്തം നമുക്ക് ഈ വൂള് കൊണ്ട് ഗ്രീൻ കളർ കൊണ്ട്, ഇപ്പോൾ റെഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ റെഡ് കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടമാണോ ആ ഒരു തീം വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ആ വൂള് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇപ്പം ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂടെ തന്നെ നമ്മൾ ഈ നൂലിൻ്റെ അറ്റം കൊണ്ട് ഞാനൊരു ഹുക്കും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറേ പൈൻ ഇതുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഇവിടെ നമ്മൾക്ക് ഇഷ്ടംപോലെ പൈൻ ട്രീ എല്ലാം നമ്മൾ പോണ വഴിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് ഉണങ്ങി നമുക്ക് വീഴുമ്പോൾ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ക്രിസ്മസ് തീമിനോട് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാനിത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു അതെല്ലാം ഗൺ ഗ്ലൂ വെച്ചാട്ടോ ഞാനത് എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചൊരു അറേഞ്ച് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ നമ്മുടേതായ ഒരു ഐഡിയയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഗൺ ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ അതവിടെ ഇരുന്നോളും. അങ്ങനെ എല്ലാം ഗൺ ഗ്ലൂ വെച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വെക്കുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം അതെല്ലാം ചെയ്തിട്ട് ഞാൻ പിള്ളേരെ കാണിച്ചപ്പോൾ ഞാൻ ലൈറ്റും കൂടെ അതിനോട് വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് പിള്ളേരെ കാണിച്ചപ്പോൾ ഇതുണ്ട് ലൈറ്റും കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചായിരുന്നു. എന്നിട്ട് പിള്ളേരെ എല്ലാം കാണിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞു, അമ്മ കുറച്ച് ലീഫിൻ്റെ ഒക്കെ കുറവുണ്ട്, ഇച്ചിരി റിച്ച് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ഇത് പരിഗണിച്ച് ഞാൻ ഓൾറെഡി എൻ്റെ കുറച്ച് ലീഫും ബെറീസൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ലീഫും ബെറീസും നമ്മുടെ കയ്യിലിരുന്ന പഴയ ലീഫും എല്ലാം കൂടെ കൂട്ടി ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ച് അങ്ങനെ അത് എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊക്കെ ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ ഐഡിയ നമുക്കറിയത്തില്ല, നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയത്തുള്ളൂ
ഇത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ഏത് രീതിയിൽ വന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ചെയ്ത് നോക്കുവാണ്. ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു റീത്തിൻ്റെ ഈ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്, ഈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പം ഇനി ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ കേട്ടോ ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ലൈറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ റീത്തിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.